അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. പക്ഷെ അവർ സ്വയം കണ്ടെത്തി ഒരു 13 വർഷം കാലം പരസ്പരം അറിഞ്ഞതിന് ശേഷമാണ്. 13 കൊല്ലം. അതെ, 10ാം ക്ലാസ് ടൈമിലെ അവർ പരിചയത്തിലായി. ശേഷം അപ്പോഴേ നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ ഒരു മോഡയാണ് കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളത് അന്നേ പറഞ്ഞു. അപ്പം നമുക്ക് ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ തോന്നിയെങ്കിലും പിന്നെ അത് യാഥാർത്ഥ്യമാണെന്നുള്ളത് മനസ്സിലായി. അപ്പം നമ്മൾ തന്നെ അത് അംഗീകരിച്ച് വിവാഹം നടത്തി കൊടുത്തു. ഈ ലളിതമായ വിവാഹം എന്ന് പറയുന്നത് ഒരു ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അല്ല, വലിയ അവര് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ആനയ്ക്കും ആടിനും ഒരേ ഭക്ഷണമല്ല നമ്മൾ കൊടുക്കുന്നത്. ആടിനും വ്യത്യസ്തമായ അളവിലാണല്ലോ നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ ഇത് ഡോക്ടർ പറയേണ്ടായി, കടം മേടിച്ചിട്ട് നമ്മൾ വിവാഹം കഴിക്കില്ല. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇപ്പൊ നമ്മൾ കടം മേടിച്ച് വിദേശയാത്ര നടത്തുന്ന ചായക്കടക്കാരെ നമുക്കറിയാം. അപ്പൊ ഒരാളുടെ കല്യാണം വളരെ ആഡംബരമായിട്ട് തന്നെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല. അയാൾ കടം മേടിച്ചോ കടം മേടിക്കാതെ നടത്തണം, അയാളുടെ ഇഷ്ടമാണ്. പിന്നൊരു കാര്യം പറഞ്ഞാൽ സേവ് ദ ഡേറ്റ് ഒരു പ്രശ്നമാണ് എന്നുള്ളത്. അപ്പൊ ഞാനൊരു വീഡിയോഗ്രാഫി തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്. കല്യാണം എടുക്കാൻ പോകാറുണ്ടോ? ഇടയ്ക്ക് കല്യാണം എടുക്കും. പിന്നെ മുഖ്യമായിട്ടും പോസ്റ്റ് പ്രൊഡക്ഷനാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സേവ് ദ ഡേറ്റും ആഡംബരവും തമ്മിൽ യാതൊരു കാര്യമില്ല. നിങ്ങൾ എത്ര ലളിതമായി വിവാഹം നടത്തി അത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ അതിൽ കാര്യം സേവ് ദ ഡേറ്റ് അല്ല അതിന്റെ പുറകിലുള്ള പ്രശ്നം. പിന്നെ എന്റെയൊക്കെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ പോലെ ഈ കോടതി വക്കീലിനെ സേവ് ദ വക്കീലിനെ അന്വേഷിച്ചു പോകുന്നു എന്നുള്ള. ഞാൻ പറയുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വക്കീലിനെ അന്വേഷിച്ച് പോകണമെങ്കിൽ അതിനുശേഷം നടത്തുന്ന ഡിവോഴ്സും നമുക്ക് സേവ് ദ ഡിവോഴ്സ് പോലെ ഒരു വലിയ ഇവന്റ് ആയിട്ട് തന്നെ നടത്തി സന്തോഷമായി കൈ കൊടുത്ത് പിരിയാ. അതിപ്പോ നടക്കുന്നുണ്ടല്ലോ, ഓൾറെഡി നടക്കുന്ന ഒരു കാര്യമാണല്ലോ അത്. അപ്പോ ഫോട്ടോഷൂട്ട് പോലും, ഡിവോഴ്സിന്റെ ഫോട്ടോഷൂട്ട് പോലും നടക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇല്ല, പോയിട്ടില്ല. ഇന്നത്തെ ഒരു അവസരത്തിൽ നമ്മൾ കല്യാണം എന്ന് പറയുന്നതിന്റെ സങ്കല്പം മാറിയിട്ടുണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്ക് എന്നെ കല്യാണം കഴിക്കുമ്പോൾ എന്റെ കല്യാണത്തിന് എനിക്ക് ഡാൻസ് കളിക്കണം. ഈ ഡാൻസ് കളിക്കേണ്ടി വരുന്ന സമയത്താണ് ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കേണ്ടി വരിക. അപ്പൊ അത് ഏർപ്പാടാക്കണം. അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ വീഡിയോഗ്രാഫറെ ഏർപ്പാടാക്കണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടി വരുമ്പോൾ ഇതൊരു ചെറിയ കുടുംബത്തിന് മാത്രം നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന, പ്രായോഗികമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇവന്റുകാരെ പോലുള്ള ആൾക്കാരെ വേണ്ടി വരും. തീർച്ചയായിട്ടും ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.